ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ട്രാജക്ടറീസ് ഓഫ് കർവ്സ് ആണ്. അതായത് ഒരു ഫാമിലി ഓഫ് കർവ് ഉണ്ട്, എഫ് ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു 0. എന്താ മീനിങ്? ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി എന്നുള്ള എക്സാമ്പിൾ എടുക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി. സി ഈക്വൽ ടു 1 ആകുമ്പോൾ നമുക്കൊരു കർവ് കിട്ടും. സി ഈക്വൽ ടു 2 ആകുമ്പോൾ ഒരു കർവ് കിട്ടും. സി ഈക്വൽ ടു 3 ആകുമ്പോൾ വേറൊരു കർവ് കിട്ടും. സി ഈക്വൽ ടു 0.5 ആകുമ്പോൾ ഒരു കർവ് കിട്ടും. അപ്പോൾ ഈ സിന്റെ വാല്യൂ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്കൊരു കുറേ കർവ് കിട്ടും. ഒരു ഫാമിലി ഓഫ് കർവ്സ് കിട്ടും. ഏകദേശം ഒരുപോലെയുള്ള അതിന്റെ ആ ഒരു കോൺസ്റ്റന്റ് മാത്രം മാറ്റമുള്ള ഒരു ഫാമിലി ഓഫ് കർവ് കിട്ടും. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് വൈ സി ഈക്വൽ ടു 0 എന്നുള്ളത് ഒരു ഫാമിലി ഓഫ് കർവ് ആണ്. അങ്ങനെയാണെങ്കിൽ the differential equation of this family of curve എന്താ വരിക? ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എന്താ വരിക? y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. കാരണം എന്താ, ഈ ഒരു സി എന്നുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. ഇവിടെ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സി എന്നുള്ളതിന്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് y ഡാഷ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു സി എന്നായിരുന്നെങ്കിലോ 2x പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി എക്സ് സ്ക്വയർ പ്ലസ് 2y ഈക്വൽ ടു 0 എന്നുള്ള കർവ് ആണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് 2y ഈക്വൽ ടു 0. സോറി, നമ്മൾ എടുക്കുന്ന കർവ് സം എക്സ് സ്ക്വയർ പ്ലസ് സി വൈ ഈക്വൽ ടു 0. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? എക്സ് സ്ക്വയറിന്റെ 2x പ്ലസ് സി വൈ എന്നുള്ളതിന്റെ സി വൈ ഡാഷ് ഈക്വൽ ടു 0 എന്ന് വരും. ഇവിടെ ഇതിന്റെ ഡെറിവേറ്റീവിൽ എന്തുണ്ടാവും? സി ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? സി ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സി റിമൂവ് ആവും. നമുക്ക് വൈ ഡാഷ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു എഫ് ഓഫ് എക്സ് വൈ, എക്സിലും വൈയിലും മാത്രമുള്ള ഒരു ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഫാമിലി ഓഫ് കർവിന്റെ അതിന്റെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ഇനി ഇതിന്റെ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ the differential equation of the orthogonal trajectories of one is given by y dash equal to minus 1 by f of xy ആണ്. അപ്പോൾ ഓർത്തോഗണൽ ട്രാജക്ടറിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? y dash equal to minus 1 by f of xy. അപ്പോൾ ഒരു ഫാമിലി ഓഫ് കർവ് ഉണ്ടാവും, f of xy equal to c. അതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ആദ്യം അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് അതിന് y dash equal to minus 1 by f of xy എന്ന് കാണാം. എന്നിട്ട് ഇത് സോൾവ് ചെയ്താൽ മതി. ഇതിന്റെ സൊല്യൂഷൻ ആവുന്ന കർവ് ആണ് എന്ത് വരിക? ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറി ആയിട്ട് വരിക. ഒരു എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു പരാബോള y ഈക്വൽ ടു സി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോള. ഈ y ഈക്വൽ ടു സി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് കാണണമെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം y ഡാഷ് കാണാം. y ഡാഷ് എന്താണ്? 2cx. എന്നിട്ട് എന്താ? അപ്പൊ ഇതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് കാണണമെങ്കിൽ എന്താണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? y ഡാഷ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് വൈ എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് വൈ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2cx അല്ലെ? ഈ y ഡാഷ് മൈനസ് 1 ബൈ എഫ് ഓഫ് എക്സ് വൈ, അതായത് 2cx. കാരണം നമ്മുടെ ഫോം എങ്ങനെയാണ്? y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. y ഡാഷ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. y ഡാഷ് ഈക്വൽ ടു മൈനസ് 1 ബൈ എഫ് ഓഫ് എക്സ് വൈ ആണ് ഇക്വേഷൻ ഓഫ് ഓർത്തോഗണൽ ട്രാജക്ടറീസ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർത്തോഗണൽ ട്രാജക്ടറീസ് വരിക. അപ്പൊ മൈനസ് 1 ബൈ 2cx എന്ന് വരും. y ഡാഷ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ഇൻറ്റു എന്താണ് സി വരിക? y ഈക്വൽ ടു സി എക്സ് സ്ക്വയർ ആണ്. അതിൽ നിന്ന് നമുക്ക് സി ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സി ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി ഈക്വൽ ടു y ബൈ എക്സ് സ്ക്വയർ. സോ y ഡാഷ് ഈക്വൽ ടു 2cx എന്ന് വരും. y ഡാഷ് ഈക്വൽ ടു മൈനസ് 1 ബൈ 2 ഇൻറ്റു സിക്ക് പകരം y ബൈ എക്സ് സ്ക്വയർ കൊടുക്കുക ഇൻറ്റു എക്സ് എന്ത് വരും? മൈനസ് 1 ബൈ 2y ബൈ എക്സ് എന്ന് വരും. മൈനസ് എക്സ് ബൈ 2y എന്ന് വരും. അപ്പൊ എന്ത് എഴുതാം ഇതില്? y ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy ബൈ dx ഈക്വൽ ടു മൈനസ് എക്സ് ബൈ 2y എന്ന് വന്നു. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2y ഇൻറ്റു dy ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2y സ്ക്വയർ ബൈ 2 ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വരും. ഇവിടെ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ y സ്ക്വയർ എന്ന് വരും. സി മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2c മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. അതായത് 2y സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2c എന്ന് കിട്ടും. അപ്പൊ ഇതാണ് എന്ത്? ഇതിന്റെ y സ്ക്വയർ y ഈക്വൽ ടു സി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയുടെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് വരിക. അപ്പൊ ഓരോ സിക്ക് ഓരോ വാല്യൂ കിട്ടുന്നതിന് എന്ത് കിട്ടും? ഒരു പരാബോള ഉണ്ടാവും.
സപ്പോസ് സി ഈക്വൽ ടു 1/2 എടുക്കുക. അപ്പൊ എന്താണ് 2y². സി ഈക്വൽ ടു 1/2 എടുത്തു കഴിഞ്ഞാൽ പരാബോള എന്താ വരിക? x²/2 എന്ന് വരും. ആ ഒരു പരാബോളന്റെ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും നമുക്ക്? 2y² + x² = 1 എന്ന് പറയുന്ന അതെന്താണ് നിങ്ങൾ നോക്കുക, ഒരു എലിപ്സ് കിട്ടും. അതുപോലെ ഈ ഒരു ഫാമിലിയിൽ അടുത്ത പരാബോള എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു എലിപ്സ് കിട്ടും. അങ്ങനെ ഈ ഒരു ഫാമിലിയിൽ ഓരോ പരാബോള എടുക്കുന്നതിന് അതിനൊരു ഫാമിലി ഓഫ് എലിപ്സ് ആയിട്ട് അതിന്റെ ഓർത്തോഗണൽ ട്രാജക്ടറീസ് വരും. അപ്പൊ ഇത്ര ഓർത്തോഗണൽ ട്രാജക്ടറി കാണാൻ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ എങ്ങനെയാ ഓർത്തോഗണൽ ട്രാജക്ടറി കാണുക? ഒരു ഫാമിലി ഓഫ് ഇക്വേഷൻസ് എന്നുണ്ടാവും, അതിന്റെ ഡെറിവേറ്റീവ് ആണ്, എന്നിട്ട് y ഡാഷ് ഈക്വൽ ടു -1/f(xy). എന്താണ് ഈ xy? ഈ ഡെറിവേറ്റീവിന്റെ റൈറ്റ് സൈഡിലുള്ള y ഡാഷ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇതാണ് ഈ f(xy) കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിലുള്ള കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ, സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഗിവൺ ഫാമിലി ഓഫ് കർവിൽ നിന്ന് സി കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പൊ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് ഇവിടെ സെപ്പറബിൾ ഫോം ആണ്. സെപ്പറബിൾ ഫോം ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ മുമ്പ് വേറെ മെത്തേഡുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണോ നമ്മൾ പഠിച്ച മെത്തേഡിന് സ്യൂട്ട് ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ രീതിയിലുള്ള ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് കാണാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക. അതിന്റെ സൊല്യൂഷൻ ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ചെറിയ ചിലപ്പം മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഇതിന്റെ സൊല്യൂഷൻസ് xy equal to c, y equal to x plus c, x² plus y² equal to c², y equal to square root of x plus c, y equal to cx e raised to x, y equal to cos x into sin hy equal to c. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം.